400 സീറ്റുകൾ ഉറപ്പ് എന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഫലം വന്നപ്പോൾ BJPയുടെ സകല പ്രതീക്ഷകളും അസ്ഥാനത്തായി. മോദി തരംഗം എന്നത് രാജ്യത്ത് നിന്നും അപ്രത്യക്ഷമാകുന്നു എന്നുള്ള സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതോടെ മോദിയുടെ ശക്തി കുറഞ്ഞിരിക്കുകയാണ്. അതോടെ മോദിക്കെതിരെ പാളയത്തിൽ തന്നെ പട വീണ്ടും ശക്തമായി തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം പ്രതീക്ഷയ്ക്ക് തുയരാത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ മനോഭാവമാണ് കാരണമെന്നതാണ് BJPയുടെ മുതിർന്ന നേതാവായ സുബ്രഹ്മണ്യ സ്വാമി പ്രതികരിച്ചത്. തൻ്റെ കണക്കുകൂട്ടലുകൾക്ക് ഏകദേശം സമീപത്താണ് BJPയുടെ സീറ്റ് നേട്ടമെന്നും താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പാർട്ടി ശ്രദ്ധ ചെലുത്തിയിരുന്നുവെങ്കിൽ BJP 300 സീറ്റുകൾ നേടുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെയും മോദിയുടെ ഏകാധിപത്യമാണ് ചർച്ചയാവുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയിലൂടെ പ്രതിഫലിച്ചത് RSS മനസ്സാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. 220 സീറ്റ് നേടുമെന്നതായിരുന്നു സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത്. മോദിയുടെ ഏകാധിപത്യ മനോഭാവം BJPയെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ആ കുഴിയിൽ നിന്നും പാർട്ടി ഇനി കരകയറേണ്ടതുണ്ട് എന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിമർശനം. ഇത്തരം വാദങ്ങൾ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എക്സിറ്റ് പോളുകളുടെ പ്രവചനത്തെ കാറ്റിൽ പറത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഫലമുണ്ടായത്. ഇന്ത്യ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകളെ അമ്പരപ്പിച്ച് BJPക്ക് തിരിച്ചടി ഉണ്ടായി. 543 സീറ്റുകളിലെ ഫലം പുറത്തു വരുമ്പോൾ ഭരണത്തിൽ 3-ാം ഊഴം കാക്കുന്ന നരേന്ദ്രമോദിയുടെ BJPക്ക് കേവല ഭൂരിപക്ഷം നേടാനായില്ല. ജയിച്ചുവെങ്കിലും വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ വോട്ട് ഷെയറിൽ വലിയ ഇടിവ് വന്നപ്പോൾ എതിരാളിയായ രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിലും അതുപോലെ റായ്ബറേലിയിലും വൻ വിജയം നേടി. രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും തോൽക്കുമെന്ന് വെല്ലുവിളിച്ച സ്മൃതി ഇറാനി അമേഠിയിൽ കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയോട് കൂറ്റൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഇതെല്ലാം RSS സ്വാധീനമില്ലായ്മയുടെ തെളിവായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിമർശനം നാളുകളിൽ മറ്റുള്ളവരും ഏറ്റുപിടിക്കാനുള്ള സാധ്യത ഏറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ BJPയിൽ മോദിയുടെ അപ്രമാദിത്വത്തിന്റെ അവസാന നാളുകൾക്കാണ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.